ഹായ് ഫ്രണ്ട്സ്, ടോപ്പ് സ്ക്രൈബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ഫേസ് ലോഗോ എങ്ങനെ നിർമ്മിക്കാമെന്നതാണ്. അതിനു മുമ്പ് ടോപ്പ് സ്ക്രൈബ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ വിവിധതരം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളും ഡിസൈൻ ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽസുമാണ് പരിചയപ്പെടുത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്ക് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാണ്. ഇനി നമുക്ക് ഏത് ഇമേജിൽ നിന്നാണോ ലോഗോ ഉണ്ടാക്കേണ്ടത് ആ ഇമേജ് കൊണ്ടുവരാം. അതിനായിട്ട് നമുക്ക് Ctrl+O നെക്കിയിട്ടോ അല്ലെങ്കിൽ ഫയലിൽ ഓപ്പൺ എന്ന മെനുവിൽ പോയിട്ടോ നമുക്ക് വേണ്ട ഫയൽസ് സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കാം. ഞാനിവിടെ ദുൽഖറിൻ്റെ ഒരു ഇമേജും അതേപോലെ അതിന് എഫക്റ്റ് കൊടുക്കാനുള്ള ഒരു 2 ഇമേജസുമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഫേസ് ഒന്ന് സെലക്ട് ചെയ്യാണ് വേണ്ടത്. അതിനായിട്ട് നമുക്ക് ലെസോ ടൂൾസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവിടെ ക്വിക്ക് സെലക്ഷൻ ടൂളും മാജിക് ബാൻഡ് ടൂളും ഉണ്ട്. അതിൽ ഞാൻ ക്വിക്ക് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മുകളിൽ ഇവിടെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് റീസെലക്ട് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഇമേജ് മെനുവിൽ പോയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ ത്രെഷോൾഡ് എന്ന ഓപ്ഷന് കാണാൻ കഴിയും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 90 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്കെ കൊടുക്കാം. ഇനി അതേപോലെ തന്നെ സെലക്ട് എന്ന മെനുവിൽ പോയിട്ട് കളർ റേഞ്ച് എന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഞാൻ 0 ഓക്കെ കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു ന്യൂ പേജ് എടുക്കാം. ഞാനിവിടെ 300 റെസൊല്യൂഷനിലുള്ള RGB കളറിലുള്ള ഒരു ന്യൂ പേജ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്രേഡിയൻ്റ് ആഡ് ചെയ്യാം. ഒരു ന്യൂ ലെയറിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ ഈ ഒരു ഗ്രേഡിയൻ്റ് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഇമേജ് അതിലേക്ക് കൊണ്ടുപോകണം, ഫേസ്. അതിനായിട്ട് ഞാൻ മൂവിങ് ടൂൾ എടുക്കുകയാണ്. മൂവിങ് ടൂൾ എടുത്തിട്ട് ഇതൊന്ന് മൂവ് ചെയ്ത് നമുക്ക് അതിലേക്ക് കൊണ്ടുപോകാം. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് അതിന് വേണ്ട വലിപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. Shift+Alt നോക്കി പിടിച്ചാൽ ഒരേ വലിപ്പത്തിൽ വരും. ഇനി നമുക്ക് ഇതിന് എഫക്റ്റ് കൊടുക്കാനുള്ള ഇമേജ് കൊണ്ടുവരാം. ഞാനിവിടെ ഈ ഇമേജ് തന്നെയാണ് കൊണ്ടുവരുന്നത്. ഒന്ന് ഡ്രാഗ് ചെയ്ത് ഈ ഇമേജ് കൊണ്ടുവരാം. അതേപോലെ തന്നെ ഇത് ഒന്ന് നമുക്ക് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്ത് വെക്കാം ആ ഇമേജിലേക്ക്. ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് റൈറ്റ് ബട്ടൺ നോക്കിയാലുള്ള ഓപ്ഷനിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കിയിട്ട് ഈ ഇമേജ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഇമേജ് കിട്ടാൻ ഗൂഗിളിൽ ഗാലക്സി എന്നോ അല്ലെങ്കിൽ സൺസെറ്റ് എന്നോ അടിച്ചാൽ മതി. അങ്ങനത്തെ ഇമേജസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഫേസിൻ്റെ ഇമേജ് എടുത്തിട്ട് അതിൻ്റെ ലെയർ സ്റ്റൈലിലേക്ക് പോകണം. അതിനായിട്ട് ഡബിൾ ക്ലിക്ക് നോക്കുക അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ നോക്കിയിട്ട് ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോവുക ചെയ്യാം. അവിടെ ബിവൽ എംബോസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്കൊരു ജസ്റ്റ് കുറച്ച് കൂട്ടി കൊടുത്ത് സൈസൊക്കെ ഒന്ന് 0 മാറ്റി നമുക്ക് ഓക്കെ കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ കഴിയും. ഇനി ഇതിലേക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ മുകളിലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും മുകളിലത്തെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. വേണ്ടിയ സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഏകദേശം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ഇമേജ് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യാം. ഈ ഇമേജാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. മൂവ് ചെയ്ത് അതിലേക്ക് കൊണ്ടുപോകാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാണ്. ഇനി നമുക്ക് ഇത് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യാൻ Ctrl+Alt+J എന്ന ഓപ്ഷൻ നോക്കിയിട്ട് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യാം.
ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ കഴിയും. അതേപോലെ ഡ്രാപ്സോഡ് ആണെങ്കിൽ ഷാഡോ ഒക്കെ കൊടുത്തിട്ട് നമുക്കൊന്ന് ഷെയറാക്കി എടുക്കാം. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ഫേസ് ലോഗോ ഉണ്ടാക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.